ആലപ്പുഴ തുറവൂർ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അഭിവാദ്യമർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ചതിൽ ഹൈക്കോടതിയുടെ വിമർശനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാൽ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥരല്ലെന്ന് മനസ്സിലാക്കണം. നടത്തിപ്പുകാരന്റെ ചുമതലയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. തീർത്ഥാടകർ വരുന്നത് ഭഗവാനെ കാണാനാണെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു. അഡ്വക്കേറ്റ് CN പ്രകാശ്, പറയൂ, എങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്? ശബരിമല ഇടത്താവളത്തിൽ തീർത്ഥാടകർക്കായി അന്നദാനത്തിന് അനുമതി നൽകിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചിട്ടുള്ള ഫ്ലക്സിനെതിരെയാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ളത്. ആലപ്പുഴ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ സർക്കാർ തീരുമാനത്തിന് അഭിവാദ്യം അർപ്പിച്ച് ക്ഷേത്രോപദേശക സമിതി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സിനെതിരെയാണ് ദേവസ്വം ബെഞ്ചിന്റെ രൂക്ഷമായിട്ടുള്ള വിമർശനം. അഭിവാദ്യ ഫ്ലക്സ് വയ്ക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങളെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ മുഖം കാണാനല്ല ഭക്തർ വരുന്നത്, ഭഗവാനെ കാണാനാണ്. അഭിവാദ്യ ഫ്ലക്സ് വയ്ക്കുന്നതല്ല ക്ഷേത്രോപദേശക സമിതിയുടെ ജോലി. ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന പണം ഉപയോഗിച്ചല്ല ഫ്ലക്സ് അടിക്കേണ്ടത്. ഫ്ലക്സ് ബോർഡുകൾ അടിക്കുന്നതിന് ചെലവാക്കുന്ന തുക കൂടി അന്നദാനത്തിന് ചെലവാക്കണമെന്നും കോടതി വിമർശിച്ചു. സമാന സ്വഭാവമുള്ള ഫ്ലക്സുകൾ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് അറിയിക്കാനും ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിമർശനം. നന്ദി. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.